എന്റെ പേര് സുലൈമാൻ സാറ് പരിചയപ്പെടുത്തി. സിദ്ദീഖ് എന്നാണ്. കൊടുവള്ളിക്കടുത്ത് പന്നൂർ എന്ന സ്ഥലത്താണ്. നമ്മുടെ NTC ലീഡർ ഉമർ ഉസ്താദിന്റെ നാട്ടിലാണ്. ഉമർ ഉസ്താദിന്റെ ഒരു പരിചയത്തിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എത്തിപ്പെടുന്നത്. ഒരു 20 വർഷത്തോളമായി മാധ്യമ പ്രവർത്തന ഫീൽഡിലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കഴിഞ്ഞ ജനുവരി ആദ്യവാരത്തില് ഉമർ ഉസ്താദിനെ എന്റെ നാട്ടിലെ അങ്ങാടിയിൽ വെച്ചിട്ട് കാണുന്നത്. അപ്പോ ഉമർ ഉസ്താദ് വർഷങ്ങളായിട്ട് ഇങ്ങനെ എന്തോ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അതെന്താണെന്ന് അന്വേഷിക്കാനോ അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കാനോ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്റെ ജോലി തന്നെ മാധ്യമ പ്രവർത്തനമായതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ പേരിൽ എന്തെങ്കിലും തർക്കത്തിന് പോകേണ്ടി വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടായേക്കാം. അപ്പൊ അതുകൊണ്ട് അതിനുള്ളൊരു വഴി ഉണ്ടാവരുത് എന്ന് കരുതി തീർത്തും മാറി നിന്ന ആളാണ് ഞാൻ. അങ്ങനെ ഇരിക്കെയാണ് ഈ ജനുവരി ഫസ്റ്റ് വീക്കിൽ ഉമർ ഉസ്താദിനെ കണ്ടുപിടുന്നത്. കാരണം എനിക്ക് വർഷങ്ങളായിട്ട് ഒരു നെഞ്ചരിച്ചിലിന്റെ അസിഡിറ്റിയുടെ പ്രശ്നമുണ്ട്. ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടുള്ളതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വലിയ പ്രധാനപ്പെട്ട ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ബേബി ഹോസ്പിറ്റലിൽ പോയി എൻഡോസ്കോപ്പി ചെയ്ത് ചികിത്സ നടത്തിയിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് സഹകരണ ഹോസ്പിറ്റല്, അതുപോലെ ആയുർവേദ മേഖലയിലാണെങ്കിൽ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ 5 വർഷത്തോളം എന്ന് തന്നെ പറയാം അങ്ങനെ ചികിത്സ നടത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടെ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഇതിൽ എന്ത് ചികിത്സയാണെങ്കിലും ആയുർവേദം ആയിക്കോട്ടെ അല്ലെങ്കിൽ അലോപ്പതി ആയിക്കോട്ടെ എന്തായിരുന്നാലും കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ സഹിച്ചുകൊണ്ട് അങ്ങ് ജീവിക്കാനേ പറ്റുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും കഴിഞ്ഞ 10 വർഷത്തോളമായി എനിക്ക് നോമ്പ് നോൽക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ വർഷമെങ്കിലും നോമ്പ് നോൽക്കാൻ കഴിയണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഏറ്റവും അവസാനമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറെ മറ്റൊരാളെ കൊണ്ട് സംസാരിപ്പിച്ച് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങി അദ്ദേഹത്തിനെ പോയി കാണുകയും ആ ഒരു ട്രീറ്റ്മെന്റ് നടത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അവിടെയും കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ല. വലിയ വിലപിടിപ്പുള്ള മരുന്നുകൾ തന്നു, വലിയ ഫീസ് കൊടുത്തു. പക്ഷെ ആ ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ആശ്വാസം എന്നല്ലാതെ അതിലപ്പുറം ഒരു മാറ്റം ഉണ്ടായില്ല. ഈ സമയത്ത് ഉമർ ഉസ്താദിനോട് സംസാരിച്ച സമയത്ത് ഇങ്ങനെ നിങ്ങളെ കയ്യിൽ ഇങ്ങനെ എന്തോ ഒരു മരുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് കേൾക്കുന്നു, ഇങ്ങനെ നെഞ്ചരിച്ചിലിനൊക്കെ ഉള്ള ഒരു മരുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നു, ചില ആളുകൾ എന്നോട് അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്താണ് അതിന്റെ വസ്തുത എന്ന് ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് വേണമെങ്കിൽ നീ ഒന്ന് പഠിച്ചു നോക്ക്, മാത്രമല്ല അതിലൊരു ബിസിനസ് സാധ്യതയുണ്ട്, എനിക്കൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും, ഒന്ന് പഠിച്ചു നോക്ക് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു എന്താണ് കമ്പനിയുടെ പേര്, എന്താണ് അതിന്റെ കഥ എന്ന് ചോദിച്ച സമയത്ത് പേര് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്താണ് എനിക്ക് ഇതിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചു, സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം ഒരു ദിവസം അന്ന് ഞാൻ ചെറിയൊരു പ്രയാസമുള്ളത് കൊണ്ട് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഒരു പച്ചമരുന്ന് കുടിച്ച് വിശ്രമിക്കുന്ന സമയമാണ്. അപ്പൊ ഏതായിരുന്നാലും കൃത്യമായി ഇതിനെക്കുറിച്ച് ആ ഒരു ദിവസം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഉമർ ഉസ്താദിനെ വീണ്ടും വിളിച്ചിട്ട് എനിക്കിത് കൂടുതലൊന്ന് സംസാരിക്കണം, എപ്പോഴാണ് കാണുക എങ്ങനെയാണെന്ന് ചോദിച്ചു. വീട്ടിലുള്ള സമയം പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ വീട്ടിൽ ചെന്ന സമയത്താണ് ഇതിന്റെ മറ്റു കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കി. പിന്നെ ഇതിന്റെ ഒരു സിസ്റ്റം ഉണ്ട്, ID രജിസ്റ്റർ ചെയ്യാന്നുള്ളൊരു സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ID രജിസ്റ്റർ ചെയ്യാൻ എനിക്ക് പറഞ്ഞു തന്നു. ഫോണിൽ നിന്ന് എങ്ങനെയാണ് ID എടുക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി ഞാൻ തന്നെ ID രജിസ്റ്റർ ചെയ്തു. പിന്നീട് അടുത്ത ദിവസം കോഴിക്കോട് വെച്ചിട്ടാണ്. പിന്നെ അതിന്റെ തൊട്ട് മുന്നേ ബെല്ലിസാറിന്റെ ഒരു FSS ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തു. അങ്ങനെ ഏറ്റവും അടുത്ത ദിവസം തന്നെ കോഴിക്കോട് സ്റ്റോറിൽ പോയിട്ട് ഒരു 15,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് ഫസ്റ്റിൽ എടുത്തത്. ഏതായാലും എനിക്ക് ഉപയോഗിക്കാം, അതോടൊപ്പം കുറച്ച് മറ്റുള്ള ആളുകൾക്കൊക്കെ കൊടുത്തു നോക്കുകയും ചെയ്യാം എന്നുള്ള ഒരു കണ്ടീഷനിൽ ഒരു 15,000 രൂപയുടെ ആദ്യ പർച്ചേസ് നടത്തി. അത് കൊണ്ടുവന്ന് വീട്ടിലെത്തി ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് നിരത്തി വെച്ചു. കമ്പനിയുടെ നമ്മുടെ ഒരു ബുക്കും വാങ്ങിയിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഈ ബുക്ക് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഞാനിതൊരു ബിസിനസ് എന്ന രീതിയിലേക്ക് ഇറങ്ങുമ്പോൾ ശരിയാലാന്ന് തോന്നിയപ്പോൾ പിന്നെ ഒരു അടുത്ത ദിവസങ്ങളിൽ പോയിട്ട് ഒരു 35 രൂപ കൂടെ സാധനം വാങ്ങി അങ്ങനെ ഒരു ഹോം മീറ്റിംഗ് നടത്തി. ഈ ഹോം മീറ്റിംഗ് നടത്തിയ സമയത്താണ് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് ചിന്തിക്കേണ്ടി വന്നത്. കാരണം ഹോം മീറ്റിങ്ങിന് എൻ്റെ നാട്ടിലെ 2 വാർഡ് മെമ്പർമാരുണ്ട്. ഒന്ന് അനിയൻ തന്നെയാണ് ഒരു വാർഡ്, തൊട്ടടുത്ത വാർഡ് മെമ്പർ മറ്റൊരാള്. ഇവര് അതുപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ
ഇവരുടെ മുന്നിൽ ഈ ഒരു പദ്ധതി അവതരിപ്പിക്കുക എന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അവരൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവരോട് വന്ന സമയത്ത് അവർക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവരൊക്കെ ഇത് ഉപയോഗിച്ചതിന്റെ റിസൾട്ടുകളായിരുന്നു. എന്റെ അനിയൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറയുന്നത് അവരിൽ ഇതിൽപ്പെട്ട പല കാര്യങ്ങളും ഉപയോഗിച്ചു, പല പ്രൊഡക്റ്റുകൾക്കും ഭയങ്കര റിസൾട്ട് കിട്ടി എന്നുള്ളതായിരുന്നു. അതോടുകൂടി എനിക്ക് വലിയ ആത്മവിശ്വാസമായി. കാരണം ഞാൻ ഇത് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അവരൊക്കെ ഇത് പഠിച്ച് മനസ്സിലാക്കി ഇത് ഉപയോഗിച്ച് അനുഭവിച്ചിട്ടുള്ള ആളുകളാണെന്ന് മനസ്സിലായപ്പം ഇത് കൂടുതൽ മനസ്സിലാക്കണമെന്നും ഇത് ഏറ്റെടുക്കണമെന്നും ഞാൻ തീരുമാനിച്ചു. അങ്ങനെ കുറഞ്ഞ ദിവസങ്ങൾ ഞാൻ വീണ്ടും ശരിക്കും പറയാണ് പഠിക്കാൻ തന്നെ മാറ്റി വെച്ചു എന്ന് പറയാം. ആ സമയത്തൊന്നും ഞാൻ ആദ്യത്തെ കുറഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത് ബിസിനസ് ആരോടെങ്കിലും പറയാനോ അങ്ങനെ ആ രീതിയിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടും പഠിച്ചുകൊണ്ടും ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും അതിന്റെ കമ്പനിയുടെ മറ്റു സാധ്യതകളെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ട് അങ്ങനെ കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഞാനിത് എൻ്റെ സുഹൃത്തുക്കളിലേക്കും, അതായത് എനിക്ക് തന്നെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരു റിസൾട്ട് വന്നു തുടങ്ങി. ഏതായാലും 1-2 ആഴ്ചകൾ കൊണ്ട് തന്നെ എനിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പൊ എനിക്ക് ബോധ്യമായി ഈ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ട്, വലിയ സാധ്യതകൾ ഉണ്ട് എന്ന് എനിക്ക് തീർത്തും ബോധ്യപ്പെട്ടു. ആ സമയത്താണ് ഞാനിത് മറ്റുള്ള ആളുകളിലേക്ക് പറയാൻ തുടങ്ങിയത്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ സമയത്ത് ജനുവരി ഫസ്റ്റ് ID രജിസ്റ്റർ ചെയ്യുന്നതിന് ജനുവരി 7-നാണ്, 7 രാത്രി. അങ്ങനെ ഏകദേശം ഒരു ജനുവരി 2nd വീക്ക് കഴിഞ്ഞു, 3rd വീക്കിലേക്ക് എത്തിയ സമയത്ത് തന്നെ ചില ആളുകളൊക്കെ ഇതിന്റെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് സംസാരിക്കുകയും മുമ്പ് അവരതെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരങ്ങൾ എനിക്ക് കിട്ടി. അങ്ങനെ പല ആളുകളും ജോയിൻ ചെയ്തു. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇപ്പൊ നമുക്ക് പലപ്പോഴും നമ്മുടെ പല ആളുകളും പറയാറുണ്ട് ഒരുപാട് നെഗറ്റീവുകൾ കേൾക്കേണ്ടി വന്നു, അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള നെഗറ്റീവുകളൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പോയി സംസാരിക്കുന്ന ആളുകളൊക്കെ ഒരു 90% ആളുകളും ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് റിസൾട്ട് ലഭിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോ ഞാൻ ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടീമിന്റെ സാധ്യതകളെ കുറിച്ചോ അങ്ങനൊന്നും എനിക്കറിയില്ല. പക്ഷെ ഉമർ ഉസ്താദ് വളരെ കൃത്യമായിട്ട് നല്ലൊരു ടീമിന്റെ കൂടെ ആക്കി എന്നെ സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. നമ്മൾ പറയാറുണ്ട് കമ്പനി നോക്കണം, കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ നോക്കണം, അതിന്റെ പ്ലാന് നോക്കണം, ടീം നോക്കണം. ഈ 4 കാര്യം കൃത്യമാവണം എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ പിന്നീട് പഠിച്ച കാര്യമാണ്. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും പഠിച്ചിട്ടില്ല. ജസ്റ്റ് ഉമർ ഉസ്താദ് എന്താ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് എന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ടീമിന്റെ കൂടെയാക്കി എന്നെ സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് സൗദ മേഡത്തിന്റെ താഴെയായിട്ടാണ് എനിക്ക് ID അടിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു, അവരുടെ താഴെയായിട്ടുള്ള അതിന്റെ ആ ഒരു ഐഡിയിലാണ് പിന്നെ എന്റെ ID ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അതിന്റെ സിസ്റ്റം അദ്ദേഹം പറഞ്ഞ പ്രകാരം ചെയ്തു. പിന്നീട് നോക്കുന്ന സമയത്ത് അതിന്റെ അപ്ലൈൻ ആയിട്ട് അവിടെ റഷീദ് സാറ്, അതുപോലെ സാബിത് സാർ ഒക്കെ ഉണ്ട്, നമ്മുടെ പന്നൂർ ഹസീന മേഡം ഉണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അയ്യൂബ് സാർ, ഉമർ ഉസ്താദ്, എങ്ങനെ ഒരു ബെല്ലി സ്റ്റാറിലേക്കൊക്കെ നീളുന്ന ഒരു കൃത്യമായ ഒരു ട്രാക്കിലാണ് ഞാൻ വന്ന് വീണിട്ടുള്ളത്. അത് അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വേഗത്തിൽ ഇതിന്റെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനും ടീമിനെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ലീഡേഴ്സ് എന്നെ വന്ന് ഫോക്കസ് ചെയ്യുകയോ എനിക്ക് പ്ലാൻ പറഞ്ഞു തരികയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും പിന്നീട് ജോയിൻ ചെയ്ത അന്ന് മുതൽ ID അടിച്ച അന്ന് മുതൽ വളരെ കൃത്യമായിട്ട് ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകൾ ലഭിച്ചു. അത് ഉപയോഗപ്പെടുത്തി പരമാവധി ലീഡേഴ്സിനെ ഉപയോഗപ്പെടുത്തി ഞാൻ എൻ്റെ ഒരു ട്രാക്ക്, എൻ്റെ ഒരു വലയം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം നോമ്പ് നോൽക്കാതിരുന്ന എനിക്ക് ഈ കഴിഞ്ഞ റമദാൻ മാസത്തിൽ കൃത്യമായിട്ട് ഒരു പ്രയാസവും ഇല്ലാതെ നോമ്പ് നോൽക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ശരിക്കും വിശ്വസിക്കാൻ എനിക്ക് പോലും പ്രയാസം ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പിന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി തന്നെ. എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള വർഷങ്ങളായിട്ട് ആയുർവേദ മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പൊ നിങ്ങളുടെ ഈ കമ്പനി ചെയ്യുന്നത്, സാധാരണ മറ്റു കമ്പനികൾ ഒരു ബോട്ടിൽ, അതായത് മറ്റു കമ്പനികൾ 4 ബോട്ടിൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ കമ്പനി ചെയ്യുന്നത് 1 ബോട്ടിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. അതായത് അതിന്റെ ഒരു ഫോർമുല അദ്ദേഹം പറഞ്ഞിരുന്നു.
എനിക്കറിയില്ല കൃത്യമായിട്ട്. അപ്പോ ആ ഒരു രീതിയിൽ അത്രക്ക് അതായത് 4 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടിയിൽ അപ്പുറം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമ്മുടെ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ റിസൾട്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം വർഷങ്ങളായിട്ട് 20 വർഷത്തിലധികമായിട്ട് ആയുർവേദ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതിന് കൃത്യമായ ഒരു വ്യൂ ഉണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ആളുകളിലേക്ക് പറയാൻ തുടങ്ങി. അപ്പൊ പറയാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഉണ്ടായ മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ബിസിനസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം നമ്മുടെ ടീം ലീഡേഴ്സ് നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളും നമുക്ക് തരുന്ന മോട്ടിവേഷനുകളും ഒക്കെ തന്നെ ആ രീതിയിലുള്ളതാണ്. ബിസിനസ് രണ്ടാമതായിട്ടാണ് ഞാൻ ഇതിൽ കണ്ടിട്ടുള്ളത്. ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ഹെൽത്ത് ആൻഡ് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ആരോഗ്യവും നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ഒരു എന്താ പറയാ സ്വഭാവം എന്ന് തന്നെ പറയാം. നമ്മുടെ വ്യക്തിയുടെ സ്വഭാവം, വ്യക്തിത്വം അത് വല്ലാതെ എന്താ പറയാ ഹൈ ക്വാളിറ്റിയിലേക്ക് ഉയർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വിഷൻ നമ്മുടെ ലീഡേഴ്സിനുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരുന്ന സമയത്ത് നമ്മൾ പറയാം, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, വലിയ എമൗണ്ടുകൾ കൊടുത്തിട്ട് മോട്ടിവേഷൻ ക്ലാസ്സിന് പോയി ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പോ ഇവിടെ ഒന്നും കൊടുക്കാതെ അല്ലെങ്കിൽ 30 രൂപ മാത്രം കൊടുത്ത്, അതല്ലെങ്കിൽ വൺ ഡേ പോലത്തെ ട്രെയിനിങ്ങുകളാണെങ്കിൽ ഒരു 250 രൂപയോ 300 രൂപയോ കൊടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ 1000-വും 2000-വും കൊടുത്ത് 1 മണിക്കൂറോ 2 മണിക്കൂറോ മോട്ടിവേഷൻ ക്ലാസ്സിന് പോയി ഇരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നതിന്റെ എത്രയോ 10 മടങ്ങാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ബിസിനസ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സഹായങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ കീകളാണ് വേണ്ടത്, ഇതെല്ലാം നമുക്ക് ലീഡേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ എനിക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല എന്നാണ് സത്യം. ഡെവലപ്പ് ചെയ്തു എന്നല്ല, അതിന്റെ ഒരു റൂട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതായത് നമ്മൾ വേറെ ഏത് ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിലും അത് നമ്മൾ അങ്ങനെ ചെയ്തു പോവുക എന്നല്ലാതെ അതിന് പ്രത്യേക സഹായമൊന്നും ഒരു കമ്പനിയുടെ ഭാഗത്തും കിട്ടാനില്ല, ഒരു ഡീലർ ഒരു ഏജന്റിന്റെ ഭാഗത്തൊന്നും കിട്ടാനില്ല. അവിടെ ഒരു പക്ഷേ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ സംബന്ധിച്ചിട്ട് പരസ്യം അവർ കമ്പനി നൽകുന്നുണ്ടാവാം. അതല്ലാതെ നമ്മൾ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സെറ്റപ്പ് ആക്കി എടുക്കാനുള്ള ഒരു പ്രോത്സാഹനവും സഹായവും ഒരു മേഖലയിൽ, ഒരു ബിസിനസ് മേഖലയിൽ ലഭിക്കുന്നില്ല. ആ സ്ഥാനത്താണ് ഇവിടെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന പ്രൊഡക്റ്റ് ഒരാൾക്ക് സെയിൽ ചെയ്യണമെങ്കിൽ, നമുക്ക് അതിന്റെ പ്രൊഡക്റ്റിന്റെ ഗുണം കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ പോലും ഇവിടെ നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ കൂടെ വരികയാണ്. ഇപ്പൊ എന്തെങ്കിലും ശാരീരിക പ്രയാസമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ, അവർ ബിസിനസ് ആയിട്ട് ചെയ്യുന്നവരൊന്നുമല്ല, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, പോയിന്റ്സ് പറഞ്ഞു കൊടുക്കാൻ പോലും നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ കൂടെ വരികയാണ്. അതല്ലെങ്കിൽ അവർ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ്, വീണ്ടും ഫോളോ അപ്പ് ചെയ്യാണ്. അങ്ങനെ കൃത്യമായ ഒരു ലീഡേഴ്സിന്റെ ഇടപെടലാണ് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വെച്ച് ഞാൻ മുന്നോട്ട് പോയ സമയത്ത് എനിക്കുണ്ടായ അനുഭവം, വലിയ രീതിയിലുള്ള ആളുകൾ, അതായത് ഇതിൽ നിന്നൊക്കെ മാറി നിന്നിരുന്ന കുറെ ആളുകൾ ഇതിന്റെ സാധ്യത മനസ്സിലാക്കി എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറായി. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ലീഡേഴ്സിന്റെ ആ ഒരു സപ്പോർട്ടും അസോസിയേറ്റ്സിന്റെ സഹായവും ഇത് രണ്ടും കൂടെ ആയ സമയത്താണ് 6 മാസം കൊണ്ട് ഈ കമ്പനിയുടെ TC എന്നൊരു റാങ്കിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരിക്കലും എൻ്റെ സ്വന്തമായ ഒരു കഴിവല്ല. എൻ്റെ സ്വന്തമായ ഒരു കഴിവാണെങ്കിൽ നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മീഡിയ ഫീൽഡിലൊക്കെ തന്നെ എനിക്ക് വലിയ ഒരുപാട് ഏതോ മേഖലകളിലേക്കൊക്കെ എത്തിപ്പെടാൻ കഴിയേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ എൻ്റെ സ്വന്തം കഴിവല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ടീമിന്റെ ഒരു സഹായമായിട്ട്, അതായത് ടീം വർക്കിന്റെ ഒരു ഗുണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് കഴിയുമെങ്കിൽ ഇത് മറ്റ് എല്ലാവർക്കും കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് നമ്മുടെ ആരുടെയും സ്വന്തം കഴിവേ അല്ല. നമുക്ക് ഇതൊക്കെ ചെയ്തു തരുന്നത് നമ്മുടെ ഒരു ടീമാണ്. അതായത് ഒരു ഭാഗത്ത് നിന്ന് ലീഡേഴ്സ് കൈപിടിച്ച് മുന്നോട്ട് വലിക്കുമ്പം പിൻഭാഗത്ത് നിന്ന് നമ്മുടെ അസോസിയേറ്റ്സ് നമുക്ക് അങ്ങോട്ട് പുഷ് ചെയ്ത് തള്ളി അവരും സഹായിക്കുന്നു. ഈ രണ്ട് സഹായം കൂടെ ഉണ്ടാകുന്ന സമയത്താണ്
ഇതിന്റെ മധ്യത്തിലായി നിൽക്കുന്ന നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പോ നമ്മൾ ഒരു കൈ കൊടുത്താൽ ആ കൈ പിടിക്കാൻ ലീഡേഴ്സ് തയ്യാറാണ് എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം അതാണ്. നമ്മൾ കൈ പിന്നോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ ലീഡേഴ്സിന്റെ വാക്കുകൾ കേട്ട് കൃത്യമായ ആ ഒരു റൂട്ടിൽ തന്നെ നീങ്ങുകയാണെങ്കിൽ ഇനി ഞാൻ പറയുന്നത് 6 മാസം എന്നതല്ല 3 മാസം കൊണ്ട് പോലും TC എന്ന റാങ്കിലേക്ക് എത്താൻ നിഷ്പ്രയാസം കഴിയും. കാരണം ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ആദ്യത്തെ 2-3 മാസം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇത് ഒരു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാന് പിന്നെ റഷീദ് സാറൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറയായിരുന്നു, പിന്നെ അതിങ്ങനെ ഒന്ന് സജീവമാക്കണം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പൊ ഞാനൊന്ന് അപ്പോ പറഞ്ഞു അത് ഇങ്ങനെ ഇരുന്ന് പഠിച്ചത് കൊണ്ട് കാര്യമല്ല, പഠിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കില്ല, ഇത് പ്രവർത്തിച്ചുകൊണ്ട് പഠിക്കണം. അങ്ങനെ ഞാൻ പിന്നെ റൂട്ടൊന്നും മാറ്റിയത്. കാരണം കുറച്ച് നാള് പിന്നെ കുറച്ച് ഇതിന്റെ കാര്യങ്ങളൊന്നും ഇങ്ങനെ പഠിക്കട്ടെ ആളുകളുടെ അടുത്തൊന്ന് പറയാൻ പഠിക്കണമല്ലോ, നമ്മൾ പുറത്തു പോകുന്നതിന് മുന്നേ പഠിക്കണമല്ലോ എന്നിരുന്നു. പക്ഷെ അങ്ങനെ ഇരുന്ന് പഠിക്കേണ്ടതല്ല എന്നും പിന്നീട് എനിക്ക് മനസ്സിലായി. കാരണം ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഇതിലേക്ക് നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയുന്നത്. ഇപ്പൊ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഞാൻ ഇപ്പോ നിലവിൽ ന്യൂസ് 18 ചാനലിൽ വർക്ക് ചെയ്യാണ്. അതോടൊപ്പം 24, മാതൃഭൂമി, കൈരളി എന്നീ ചാനലുകളുടെ സ്ട്രിങ്ങർ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഞാൻ താമരശ്ശേരി ബേസ്ഡ് ആയിട്ട് എന്റെ ഒരു സ്വന്തം ഒരു പ്രാദേശിക ചാനൽ നടത്തുന്നുണ്ട്. ഈ ചാനൽ ആരംഭിക്കാൻ വേണ്ടി ഞാൻ ഏകദേശം കോവിഡ് സമയത്ത് അത് തുടങ്ങുന്നത്, ആ പഞ്ചായത്ത് ഇലക്ഷന്റെ തൊട്ട് മുന്നേ. അപ്പോ ഒരു 10 ലക്ഷത്തിന് മുകളിൽ അവിടെ ഓൾറെഡി ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തു. കോവിഡ് കാലത്ത് ഒരു 10-14 സ്റ്റാഫും കാര്യങ്ങളും വാടകയെല്ലാം കൂടെ ആയ സമയത്ത് ഒരു 10 ലക്ഷത്തിന് മുകളിൽ വീണ്ടും നഷ്ടപ്പെട്ടു. കോവിഡ് 1-2 മാസങ്ങൾ കൊണ്ടല്ലേ ഒരാഴ്ച കൊണ്ട് അങ്ങ് പിന്നെ ക്ലിയർ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തുടങ്ങിയത്. പക്ഷെ കോവിഡ് അങ്ങനെ നീണ്ടുപോയി, അതൊരു മഹാസംഭവമായിരുന്നു പിന്നീട് മനസ്സിലാവുന്നത്. അപ്പൊ ഏതായിരുന്നാലും ആ ഒരു സമയത്ത് ഒരു ടോട്ടൽ 20 ലക്ഷത്തോളം അവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത്, ഈ ഒരു സമയത്ത് ഇതുപോലെ തന്നെയുള്ള പല മേഖലകളിലും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ഒരു സമയത്ത് എന്റെ ഒരു അടുത്ത സുഹൃത്ത്, അദ്ദേഹം ഒരു വലിയ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ആളാണ്. ഈ ടെക്സ്റ്റൈൽസ് ഒരു വലിയ 3 നിലയുള്ള ടെക്സ്റ്റൈൽസ്, അദ്ദേഹത്തിന് അതവിടെ നടത്തി കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം ഈ 3 നിലയുള്ള ടെക്സ്റ്റൈൽസ് അത് അദ്ദേഹത്തിന് നടത്തി കൊണ്ടുപോകാനുള്ള പ്രയാസം കൊണ്ട് അവിടെ ലൈറ്റ് ഇടാതെ, ഫാൻ ഇടാതെ അവിടെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് സമയം അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചപ്പോ അദ്ദേഹം പറയാണ്, ഒരു നിലക്കും കറണ്ടിന്റെ വാടക പോലും ഒപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്, അതുകൊണ്ട് ലൈറ്റ് ഇടാതെ ഫാൻ ഇടാതെ ഇരിക്കുകയാണെന്ന്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. അപ്പൊ എന്റെ പ്രയാസമൊന്നും അവിടെ ഒന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ഇന്ന് വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യാണ്. ആ സ്ഥാപനം അവിടെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ നടത്താൻ ഏൽപ്പിച്ചിട്ട്, വലിയൊരു ടെക്സ്റ്റൈൽസിന്റെ ഉടമയാണ്. ബിസിനസിന്റെ ഒരു സാധ്യത, എന്റെ പ്രയാസം എനിക്ക് അവിടെ ഒന്നും അല്ലാതായി മാറി. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് 10 വർഷത്തോളമായി, അല്ലെ 10 വർഷത്തിലധികമായി പല മേഖലയിലും സ്ഥിരമായി അതേ ജോലിയിൽ തന്നെ തുടരുന്ന ആളുകൾ, ഉദാഹരണത്തിന് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ കച്ചവടം തന്നെ ചെയ്യുന്ന ആളുകളുണ്ട്, മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, സ്വന്തം ബിസിനസ് എന്ന രീതിയിൽ തന്നെ ചില സ്ഥാപനങ്ങളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്വയം തൊഴിൽ തന്നെ ചെറിയ രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള കുറെ ആളുകളെ കുറിച്ച് മനസ്സിലാക്കിയ സമയത്ത് ഈ 10 വർഷമായിട്ട് അവർ ഈ ജോലി ഇങ്ങനെ ചെയ്യുന്നെങ്കിലും ഒരു നിലക്കും ഇവർ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് മാത്രമല്ല, ഇവർക്കൊക്കെ ധാരാളം ശാരീരിക പ്രയാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം സാമ്പത്തിക ബാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അവര് രാവും പകലും അധ്വാനിക്കുന്നുണ്ട്, വീട്ടിലെ ചെലവ് കഴിഞ്ഞു പോകുന്നുണ്ട് എന്നല്ലാതെ അതിലപ്പുറം വലിയ നേട്ടങ്ങളൊന്നും അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, കോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ വളരെ കുറഞ്ഞ ആളുകളുണ്ട്, കുറച്ച് ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് വലിയ പ്രയാസങ്ങളില്ലാതെ ചെറിയ രീതിയിൽ ജീവിച്ചു പോകുന്നു. അവർക്കും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സമയത്ത് ഞാനിവിടെ ചിന്തിച്ചത് 3.5 വർഷത്തോളം, ഏകദേശം 3.5 അല്ലെങ്കിൽ 4 വർഷത്തിന് അടുത്തായിട്ട് മാത്രമാണ് ഉമർ ഉസ്താദ് ഇതിൽ ജോയിൻ ചെയ്തിട്ടായിട്ടുള്ളൂ. അപ്പം ഉമർ ഉസ്താദിനെ പോലത്തെ ഒരാൾക്ക് ഈ ഒരു 3-4 വർഷങ്ങൾക്ക് കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ
അതേപോലെ നമ്മുടെ ടീമിലുള്ള ലീഡേഴ്സ് ആയിട്ടുള്ള പല ആളുകൾക്കും 3-4 വർഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ബെല്ലി സാറിനെ പോലത്തെ ആളുകൾക്ക് 10 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇത് ഒരു എന്താ പറയാ, ഒരിക്കലും കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല എന്നും ഇത് മറ്റൊരു ലോകമാണെന്നും എനിക്ക് അവിടെ ബോധ്യപ്പെട്ടു. ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ഇതൊരു സജീവമായിട്ട് ഏറ്റെടുക്കാനും എന്റെ ചാനലും ഓഫീസും അതൊരു പാർട്ട് ടൈമിലേക്ക് മാറ്റാനും തീരുമാനിച്ചത്. ഇപ്പോഴും ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം ഈ ഒരു ജോലി പെട്ടെന്ന് അതിൽ നിന്ന് മാറി നിൽക്കാനോ, സ്ഥാപനം പെട്ടെന്ന് പൂട്ടുന്ന സമയത്തുണ്ടാവുന്ന വലിയ ബാധ്യതകൾ അഡ്മിറ്റ് ചെയ്യാനോ കഴിയാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും പാർട്ട് ടൈമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ട് ടൈമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മോശമല്ലാത്ത രീതിയിലുള്ള വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറെ സന്തോഷമുള്ള കാര്യം, എന്റെ കൂടെ വന്നിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് മോശമല്ലാത്ത, അവര് ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ള വരുമാനം കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ അവർക്ക് നേടിക്കൊടുക്കാനുള്ള ഒരു സഹായം ചെയ്യാൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ്. എന്റെ മാത്രം കൈകൊണ്ടല്ല, അവരുടെ കൂടെ എഫേർട്ട് കൊണ്ടും അവരുടെ താല്പര്യം കൊണ്ടുമാണ്. എന്നാൽ അതിനുള്ളൊരു കാരണക്കാരനാവാനും അതിനൊരു സഹായിയായി പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവര് ഈ ഒരു ബിസിനസ്, അവർക്ക് ഇത് വരുമാനം കിട്ടാൻ തുടങ്ങിയ സമയത്ത് അവരിൽ പലരും ഈ ബിസിനസ് സജീവമായിട്ട് ഏറ്റെടുത്ത സമയത്ത് എനിക്ക് വരുമാനം കൂടി. എന്റെ അപ്ലൈൻ ലീഡേഴ്സിനും കൂടുന്നുണ്ടാവാം, ഞാനത് നോക്കുന്നില്ല. എനിക്ക് എന്റെ അപ്ലൈൻ ലീഡേഴ്സിന് വരുമാനം കിട്ടണമെന്ന ഉദ്ദേശത്തിലല്ലല്ലോ ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ എനിക്ക് വരുമാനം കിട്ടണമെന്ന ഉദ്ദേശത്തിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് വരുമാനം കിട്ടാൻ എന്റെ താഴെ അസോസിയേറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ പ്രവർത്തിച്ചു. അതിലൊക്കെ അപ്പുറം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ അനുഭവിച്ചൊരു കാര്യം, എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ വീട്ടുകാർക്കും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ, എൻ്റെ ഈ നെഞ്ചരിച്ചിൽ അസിഡിറ്റി പുണ്ണ് പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പരിഹാരം, വലിയ ആശ്വാസമായതോടുകൂടി വീട്ടിൽ ഒരുപാട് സന്തോഷം ഉണ്ടായി. അതോടൊപ്പം മോൾക്ക് വർഷങ്ങളായിട്ടുള്ളതായിരുന്നു തുമ്മല്, അനങ്ങിയ തുമ്മല്, ഒരു മുടി ചീകിയാൽ പോലും തുമ്മല്, മുറ്റമടിക്കാൻ അതുപോലത്തെ ഒരു ജോലിയും ചെയ്യാൻ പറ്റൂല, പനി, സ്ഥിരമായിട്ട് പനി, ഇടയ്ക്കിടയ്ക്ക് പനി, സ്ഥിരമായിട്ട് മാസത്തിൽ 2-3 ദിവസം സ്കൂൾ ലീവാവും. ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ കവചപ്രാശം പ്രതിരോധത്തിന് നല്ലതാണെന്നുള്ളൊരു നമ്മളെ ലീഡേഴ്സിന്റെ അടുത്ത് മനസ്സിലാക്കിയപ്പം എന്റെ വീട്ടിൽ ആ കവചപ്രാശം ഉപയോഗിക്കാൻ തുടങ്ങി. ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോ 7ാമത്തെ ബോട്ടിൽ തീരാറായിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസം മുന്നാണ് പൊട്ടിച്ചിരുന്നപ്പോ ഇന്നലെ രാത്രി മോള് പറയുന്നു, ഇതിപ്പോ തീരാറായോ എത്ര പെട്ടെന്ന്, ആരാ അത് കോരി തിന്നത് കൂടുതലെന്ന്. അപ്പോ ഇങ്ങനെ ഈ കവചപ്രാശം നമ്മൾ എല്ലാവരും സ്ഥിരമായിട്ട് കഴിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ തുമ്മൽ പൂർണ്ണമായും മാറി. ഇടയ്ക്കുണ്ടായിരുന്ന പനി എന്ന സംഭവം കഴിഞ്ഞ 5-6 മാസമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ചെറിയ രീതിയിലൊരു പനി വന്നു. അങ്ങനെ അത് ഒരു വെള്ളിയാഴ്ച രാത്രിയാണ് ചെറിയ രീതിയിൽ പനി വന്നത്. ശനിയും ഞായർ ഉച്ച ആകുമ്പോഴേക്കും പനിയും മാറി, ക്ഷീണവും മാറി. ഒരു ക്ഷീണവും ഒരു പ്രയാസവും ഇല്ല. ചെറിയൊരു തലവേദന പോലെ സംഭവം ഉണ്ടായിരുന്നു. ഞായറാഴ്ച വൈകിട്ടാകുമ്പോഴേക്കും അതും മാറി. ഒരു പ്രശ്നവും അവിടെ അല്ല. പിന്നെ നമ്മുടെ കഫ്നിലും നമ്മുടെ ബിലോ 37 മാത്രമാണ് ഉപയോഗിച്ചത്. കവചപ്രാശം ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച മോൾക്ക് മാസങ്ങൾക്ക് ശേഷം പിന്നെ ചെറിയൊരു പനി വന്നു. അതും 2 ദിവസം. ഈ നമ്മുടെ കഫ്നിലും നമ്മുടെ കവചപ്രാശം ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കലക്കി കൊടുക്കുകയും ചെയ്തു. അതോടൊപ്പം ബിലോ 37 കൊടുത്തു. പനി 3-ാം ദിവസം മാറി. ഒരു പ്രയാസവും ഇല്ല. ഒരു ഹോസ്പിറ്റലിലും പോകേണ്ടി വന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇത്രക്ക് സന്തോഷം കിട്ടി. അത് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത അല്ല പ്രശ്നം. കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്, അവിടെ പോകാൻ നമുക്ക് 10-20 രൂപ വണ്ടിക്കൂലിയെ ചെലവുള്ളൂ. വേറെ അവിടെ ക്യാഷ് ഒന്നുമില്ല. 5 രൂപന്റെ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷെ ആ ആന്റിബയോട്ടിക് പോലത്തെ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോഴുണ്ടാവുന്ന പിന്നീട് നമ്മുടെ ശരീരത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പോലും നമുക്ക് മോചനം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഹോസ്പിറ്റലിൽ ഒന്നും പോകാതെ എന്ത് പനി വന്നാലും അത് അവിടെ അങ്ങ് സുഖമായി പോയി എന്ന് പറയുമ്പോൾ അത് സന്തോഷം വേറെ തന്നെയാണ്. അപ്പൊ ഈ രീതിയിലേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റാൻ കഴിഞ്ഞു. അപ്പോ നമ്മുടെ കമ്പനിയുടെ പേര് MI ലൈഫ് സ്റ്റൈൽ എന്നാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ തീർത്തും പൂർണ്ണമായിട്ടും മാറുന്ന ഒരു പ്ലാനും വിഷനുമാണ് നമ്മുടെ കമ്പനിക്കുള്ളത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി നെഞ്ചോട് ചേർത്താൽ, നമ്മളെ ലീഡേഴ്സ് പറയാറുണ്ട്, നമ്മൾ ഇങ്ങനെ വായോണ്ട് പറയാൻ എളുപ്പമാണ്,
ഞാൻ എൻ്റെ നഫ്സിനോട് എൻ്റെ ശരീരത്തോടും പറയാണ്. അതിനുശേഷം എല്ലാവരോടും എന്നെ ശ്രവിക്കുന്ന ഈ 418ഓളം ആളുകളുടെ എല്ലാവരോടും പറയുകയാണ്, ഇത് നമ്മൾ കേട്ട് ഈ ചെവിയിലൂടെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. നമ്മളത് കേട്ട് മറ്റൊരാളോട് പറയാം നല്ല ക്ലാസ് ആയിരുന്നു, സംഭവമായിരുന്നു, മൂപ്പര് പൊള്ളിയാണ്, കത്തി കയറുന്ന ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കിട്ടാനില്ല. എനിക്കും കിട്ടാനില്ല, വേറെ ആർക്കും കിട്ടാനില്ല. പക്ഷെ നമ്മൾ ഇത് ഹൃദയത്തോട് ചേർത്ത് നെഞ്ചിലേക്ക് എടുത്തു വെച്ച് നമ്മളിത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എനിക്ക് അതിൽ വലിയൊരു വിജയമുണ്ട്. കാരണം എൻ്റെ ടീമിലുള്ള കുറച്ച് ആളുകളെ ഇതിലുണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഏതോ ടീമുള്ളതാണ്. ഞാൻ ജീവിതത്തിൽ കാണുക പോലും ചെയ്യാത്ത ആളുകളായിരിക്കാം. പക്ഷെ എൻ്റെ ഏതെങ്കിലും ഒരു വാക്ക് ആർക്കെങ്കിലും പ്രചോദനമായെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതകാലത്ത് മുഴുവനും സന്തോഷിക്കാൻ അത് മതി. അതോടൊപ്പം ഇത് ഏറ്റെടുക്കുന്ന ആളുകൾക്ക് 100% വിജയം ഉറപ്പാണ്. നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് 100% റിസൾട്ട് ഉണ്ടാവുമെന്നൊന്നും പറയരുത് എന്നൊക്കെ ചിലപ്പോൾ ചിലർ പറയാറുണ്ട്. ചില ആളുകൾക്ക് റിസൾട്ട് ഉണ്ടായില്ല എന്ന് വരാം എന്നൊക്കെ. പക്ഷെ ഞാൻ മിക്കവാറും പറയാറുള്ളത് 100% റിസൾട്ട് ആണെന്നാണ്. ഇനി ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു പ്രയാസത്തിന് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അതിന് എന്തെങ്കിലും ചില കാരണങ്ങൾ ഉണ്ടാവും. അതുകൂടെ പഠിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉറപ്പാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഞാൻ ഇനി ഇപ്പൊ നമുക്ക് എൻ്റെ വിഷനും എൻ്റെ പ്ലാനിങ്ങും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ലീഡേഴ്സിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഏതാനും പോയിന്റുകൾ ഒരു 5 മിനിറ്റ് ഞാൻ പറയാം. അതായത് നമ്മുടെ ലീഡേഴ്സ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്ന്. അതായത് ഏറ്റവും ആദ്യം ഒരു മനുഷ്യൻ ഒരാള് ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ടറായി ഐഡിയ അടിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു പ്രൊഡക്റ്റ് എടുക്കുന്നതിന്റെ മുന്നേ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ലിസ്റ്റ് മേക്കിംഗ് എന്നത്. ലിസ്റ്റ് തയ്യാറാക്കി നമുക്ക് കാണാൻ പറ്റിയ ആളുകൾ എത്രയുണ്ട് എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് നമ്മൾ പോയിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതെങ്കിൽ നമുക്കറിയാൻ പറ്റും എത്ര രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കണമെന്ന് പോലും. ഒന്നുമില്ലപ്പോ നമ്മൾക്കൊരു 100 പേരുടെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി അത് നമ്മൾ ഷോർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ തീരുമാനിക്കും ഈ 100 ആളുകൾക്ക് ഒന്നുമില്ലെങ്കിൽ 100 പേസ്റ്റ് നമ്മൾ കൊടുക്കാം. ഈ 100 ആളുകളും പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ അതിൽ 75 ആളുകളും പേസ്റ്റ് ഉപയോഗിക്കുന്നവരായിരിക്കാം, വേറെ കുറച്ച് ആളുകൾ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവാം. ഈ നമ്മുടെ ലിസ്റ്റിലുള്ള 75 ആളുകൾക്കും ഒരു പേസ്റ്റ് വീതം കൊടുക്കാൻ തീരുമാനിച്ച് 75 പേസ്റ്റും 75 സോപ്പും 75 ഹെയർ ഓയിലും 75 ടോയ്ലറ്റ് ക്ലീനറുമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഫസ്റ്റ് പർച്ചേസ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും. നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് എടുത്ത് കൊണ്ടുവന്ന് പിന്നീട് ലിസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അത്ര ഒരു ഡെവലപ്മെന്റ്സ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ലിസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഫസ്റ്റ് പർച്ചേസ് നടക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഇനി അതല്ല, ഇനിയിപ്പോ പ്രൊഡക്റ്റ് വാങ്ങി കൊണ്ടുവന്ന് പോയി എന്നിട്ടാണ് ലിസ്റ്റ് ആക്കുന്നതെങ്കിലും രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഡേഴ്സ് ചെയ്യുന്നത് നമ്മുടെ ലിസ്റ്റ് ഷോർട്ട് ചെയ്ത് അതിൽ നിന്ന് ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കാൻ പറ്റിയ ഒരു 10 ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുത്ത് അവരെടുത്ത് പോയിട്ട് നമ്മൾ ബിസിനസ് പറയണമെങ്കിൽ നമ്മുടെ അടുത്ത് ലിസ്റ്റ് ഉണ്ടാവണം. അപ്പൊ നമ്മള് എനിക്കൊക്കെ ഉണ്ടായ ചില അനുഭവങ്ങൾ പറഞ്ഞാൽ ചില ആളുകൾ നമുക്ക് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് ഇനി അയാളെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ദിവസവും കൂടി നഷ്ടപ്പെടുകയാണ്. അവർക്ക് വല്ലാതെ നെഗറ്റീവ് ആവുകയാണ്. കാരണം ഇന്ന് ഞാനിത് ഒരാളെ കാണാൻ വേണ്ടി പോയി, അയാളിത് മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ അയാളത് ആക്സെപ്റ്റ് ചെയ്തില്ല, ഓ എനിക്കിത് വയ്യത് നടക്കൂല, ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, ആരും വരുന്നില്ലേ, ആരും ചേരുന്നില്ലേ, എല്ലാവരും അങ്ങനെയാണേ പറയുന്നത്, ആരും വിളിച്ചിട്ട് താല്പര്യമില്ലേ എന്ന മറുപടികൾ നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ട്. പക്ഷേ നമ്മളിത് ലിസ്റ്റ് ചെയ്ത് ഷോർട്ട് ചെയ്താണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരാളല്ല 9 ആള് നോ പറഞ്ഞാലും 10ാമത്തെ ആളടുത്തേക്ക് പോകാൻ നമുക്ക് ലിസ്റ്റ് ഉണ്ടാവും. അല്ല നമ്മൾ ഒരാളെയോ 2 ആളെയോ ലക്ഷ്യം വെച്ചാണ് പോകുന്നതെങ്കിൽ ഈ 2 ആളും നോ പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ ഒരാളെ നമുക്ക് ഓർമ്മ വരിക പോലുമില്ല. നമ്മളെ മനസ്സിലപ്പോഴേക്ക് എന്താവില്ല, നടക്കൂല, കാരണം ആരും ഇത് ശരിയാവില്ല, ഞാനില്ല, എനിക്കിത് പറ്റൂല എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. അതേസമയം നമ്മൾ ലിസ്റ്റുമായിട്ടാണ് പോണെങ്കിൽ ഇനി നമ്മൾ ഷോർട്ട് ചെയ്ത 10 ആള് നോ പറഞ്ഞാലും 11ാമത്തെ ഒരാളെ താഴെ നമുക്ക് എടുക്കാനുണ്ടാവും നമ്മൾ 100 ആളെ ലിസ്റ്റിൽ നിന്ന്. അപ്പൊ ഈ ലിസ്റ്റ് മേക്ക് ചെയ്താൽ മാത്രമേ ഈ ബിസിനസ്സിൽ വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എനിക്ക് ലീഡേഴ്സ് പറഞ്ഞു തന്ന അനുഭവം അതാണ്.
അങ്ങനെ ലിസ്റ്റ് ഇപ്പൊ ഞാൻ ലിസ്റ്റുമായിട്ട് ഇറങ്ങിയ സമയത്ത് പലപ്പോഴും ഉണ്ടായ അനുഭവം, ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി ഉദ്ദേശിച്ച ചില ആളുകളെ വിളിച്ചു നോക്കുന്ന സമയത്ത് അവരെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരെ എത്തിയില്ല, തിരക്കാണ് എന്ന് പറയുന്ന സമയത്ത് ലിസ്റ്റ് നോക്കും, അടുത്ത ആളാരാ നോക്കും, അടുത്ത ആളെ വിളിക്കും, അടുത്ത ആളെ പോയി കാണും. അങ്ങനെ നമ്മൾ പോയി കാണുന്ന സമയത്ത് നമുക്ക് ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ പലരും പറയുന്ന ഒരു കാര്യം, അല്ലേ നമ്മളിതിപ്പോ ഇങ്ങനെ ഈ ഒരു ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ള ആളെ കിട്ടണ്ടേ, നമ്മൾ ഓലെ കണ്ടെത്തണ്ടേ, ആർക്കൊക്കെയാണ് ഇപ്പൊ നമ്മളെ പരിസരത്ത് നമ്മളെ കുടുംബത്തിൽ അസുഖം ഉള്ളത് എന്നുള്ള ലിസ്റ്റ് കിട്ടണ്ടേ എന്നാണ്. നമ്മൾ ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ മരുന്ന് കൊടുക്കാനുള്ള രോഗികളുടെ ലിസ്റ്റ് കിട്ടണ്ടേ എന്നാണ് പലരും ചിന്തിക്കുന്നത്. നമ്മൾ ഒരിക്കലും രോഗികളെ തേടി പോവേണ്ട എന്ന് നമ്മൾ പല ലീഡേഴ്സും എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. ഇത് രോഗികൾക്ക് കൊടുക്കേണ്ട പ്രൊഡക്റ്റ് അല്ല, രോഗം വരാതെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ആദ്യം ഇത് ഉപയോഗിക്കണം. നമ്മൾ ഇതിൽപ്പെട്ട ഒരു 5ഓ 10ഓ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ട് മറ്റൊരാളോട് പറയാൻ നമുക്ക് ഒരു ലീഡറുടെ ആവശ്യമല്ല. ഇപ്പൊ ലീഡറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ലീഡറെ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാവാം. നമുക്ക് ഒരു ലീഡറെ ആവശ്യമില്ല. ഞാൻ കവചപ്രാശ് ഉപയോഗിച്ചു, ഞാൻ ലിവഗൈൻ ഉപയോഗിച്ചു, ഞാൻ ഇമ്മ്യൂണോതെറാപ്പിസ് ഉപയോഗിച്ചു, ഞാൻ പ്രോബയോട്ടിക് ഉപയോഗിച്ചു, എനിക്ക് അതുകൊണ്ട് ഗുണമുണ്ടായി. ഞാൻ യൂറിപ്ലസ് ഉപയോഗിച്ചു, എന്റെ കല്ല് പൊടിഞ്ഞു പോയി അല്ലെങ്കിൽ വേദന മാറി എന്ന് പറയാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിയും. ഞാൻ പേസ്റ്റ് ഉപയോഗിക്കുന്നു, എനിക്ക് ഇതുകൊണ്ട് എനിക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് എന്റെ മുടി കൊഴിച്ചിൽ മാറിയെന്ന് എനിക്ക് പറയാൻ കഴിയും. അത് മറ്റൊരാൾ പറയുന്ന സമയത്ത് അവരത് ഏറ്റെടുക്കുകയാണെങ്കിൽ അവരുടെ പ്രയാസം മാറുമ്പോഴുള്ള ഒരു സന്തോഷവും അതോടൊപ്പം നമുക്കുണ്ടാവുന്ന പ്രോഫിറ്റ്, സാമ്പത്തിക ബെനിഫിറ്റ്, ഇതിലൊക്കെ അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചുറ്റും ധാരാളം ആളുകൾ വലിയ സാമ്പത്തിക പ്രയാസവുമായിട്ട് നടക്കുന്നുണ്ട്. ജോലി കാര്യമായ രീതിയിലുള്ള ജോലി ഉണ്ടെങ്കിൽ തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. വരുമാനം, അവരുടെ മണിക്കൂറുകളും അവരുടെ അധ്വാനവും കൂട്ടി നോക്കുന്ന സമയത്ത് അവർക്ക് ഒന്നും ബാക്കിയാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഒരു 10 ആളുകൾക്ക് ഈ ഒരു അവസരം പറഞ്ഞു കൊടുത്ത് അവര് നല്ല നിലക്ക് ഈ ബിസിനസ് ഏറ്റെടുത്ത് അവര് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളും വിജയിച്ചു. നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യണ്ട, ഒരു ചാരിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് 4 ആൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ, അവര് രക്ഷപ്പെടട്ടെ. ഞാൻ ഏതായാലും പൊതുപ്രവർത്തനമായിട്ട് നടക്കുന്ന ആളാണ്. ഏതെങ്കിലും ആളുകൾക്ക് പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാനും നമുക്ക് കഴിയില്ല. നമ്മൾ ലീഡേഴ്സ് പറയാറുണ്ട്, ഒരാൾക്ക് പിന്നെ ഒരു കറി വെക്കാൻ മീനില്ലെങ്കിൽ അയാൾക്ക് സ്ഥിരമായിട്ട് മീൻ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കൽ നമുക്ക് നടക്കൂല. പുഴ സൈഡ് താമസിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു ചൂണ്ടൽ വാങ്ങി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ചൂണ്ടൽ വാങ്ങുന്ന കടയെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട്, ചൂണ്ടൽ കണ്ണിയും കുളത്തെയും വാങ്ങി ഒരു കമ്പിൽ മുകളിൽ അത് കെട്ടിയിട്ട് എര കോത്ത് മീൻ പിടിക്കുന്നത് അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അയാൾ കാലാകാലവും അവിടുന്ന് മീൻ പിടിച്ച് ഭക്ഷിക്കും. നമ്മൾ അയാൾക്ക് മീൻ കൊണ്ടു കൊടുക്കുകയാണ്, ഒരു ദിവസമേ നമുക്ക് പറ്റുള്ളൂ, അല്ലെ 2ഓ 3ഓ ദിവസമേ പറ്റുള്ളൂ, എല്ലാ ദിവസവും കഴിയൂല. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്, വീടില്ലാത്ത ആളുകളുണ്ട്, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇവർക്കെല്ലാം എല്ലാ നിലക്കും സഹായങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെ സന്തോഷത്തിലേക്കാക്കാൻ നമുക്ക് കഴിയൂല. അവർക്ക് അവസരം ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. അതിനുള്ള വഴി ലീഡേഴ്സ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ലീഡേഴ്സ് ഇപ്പൊ ബെല്ലിസാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ മംഗലാപുരത്തും കൊച്ചിയിലും ബാംഗ്ലൂരും ഒക്കെ പോയിട്ട് പ്രൊഡക്റ്റ് എടുത്ത് കൊണ്ടുവന്ന കഥകൾ പറയാറുണ്ട്. അന്നത്തെ സാഹചര്യം കല്ലും മുള്ളും നിറഞ്ഞ പാതകളായിരുന്നു. അവര് എന്ത് ചെയ്തു, ആ ഒരു പാത വെട്ടിത്തെളിച്ച് JCBയും മറ്റും ഉപയോഗിച്ച് റോഡ് വെട്ടിത്തെളിച്ച് ടാറിങ് നടത്തി ക്ലിയർ ആക്കിയിട്ട് ഒരു കാറുമായിട്ട് വന്ന ഒരു ഡ്രൈവറെയും അയച്ചിട്ട് കാറിൽ ഡ്രൈവറെയും ഇരുത്തിയിട്ടാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ആ കാറിൽ ഒന്ന് ക്യാരി ഇരുന്നാൽ മതി, ഡ്രൈവർ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു തരുന്നു. ആ കാറിൽ കയറി ഇരിക്കാനുള്ള ഒരു മനസ്സ് മാത്രം നമ്മൾ കാണിച്ചാൽ മതി. ഇന്നത്തെ സാഹചര്യത്തിൽ നേരത്തെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഉമർസ്ഥാദിനെ പോലത്തെ ആളുകളൊക്കെ വന്ന സമയത്ത് ഈ പ്രൊഡക്റ്റ് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടിയിരുന്നു. ഇന്ന് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നലെ രാത്രി ചില ആളുകളോട് സംസാരിച്ചു, അവരൊക്കെ പറയുന്നു, ഓണാനോണന്റെ പേസ്റ്റ് ഞാൻ വാങ്ങാറുണ്ട്, ഞാൻ അവിടുന്ന് വാങ്ങിയിട്ടുണ്ട്, ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്, അതാണോ ഇത്? അപ്പൊ ഇങ്ങനെ എല്ലാവരും വാങ്ങിയവരും ഉപയോഗിച്ചവരുമാണ്, ഒരു സംശയവുമില്ല. പ്രൊഡക്റ്റിനെ കുറിച്ച് കേൾക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. നമ്മൾ പോയി കാണുന്ന ആളുകൾ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചവരുമായിരിക്കും. ആ ഒരു സൗഭാഗ്യം നമ്മുടെ ലീഡേഴ്സിന് കിട്ടിയിട്ടില്ല. അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, റിസ്ക് എടുത്തിട്ടാണ് ഇത്
ആളുകളുടെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പ്രയാസപ്പെട്ടിട്ടുള്ളത്, വളരെ റിസ്ക് എടുത്തിട്ടുണ്ടാവും. അപ്പോ അങ്ങനത്തെ ഒരു അധ്വാനവും നമുക്കില്ല. ഇന്ന് മുക്കിന് സ്റ്റോർ ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ 3 സ്റ്റോർ ഉണ്ട്. അങ്ങനെ മലപ്പുറം ജില്ലയിലും പിന്നെ എല്ലാ ജില്ലകളിലും സ്റ്റോർ ഉണ്ട്. ഒരു പ്രയാസവും ഇല്ല. മെത്ത വിരിച്ചു വെച്ചിട്ടുണ്ട്, കയറി കിടന്നാൽ മതി. അപ്പൊ അത് നമ്മളൊന്ന് മനസ്സുകൊണ്ട് ഏറ്റെടുത്താൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. ഇതിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളെ ഫോളോ അപ്പ് വലിയ പ്രശ്നമാണ്. കൃത്യമായ ഫോളോ അപ്പ് ഇല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കൂടെ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മുടെ ഫോളോ അപ്പിന്റെ കുറവ് കൊണ്ട് മറ്റേതെങ്കിലും ടീമിൽ ചെന്ന് പോയേക്കാം. അപ്പൊ ഞാൻ പോയിട്ട് ബിസിനസ് ഒക്കെ പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അയാൾക്ക് മനസ്സിലായി, ഞാൻ പിന്നീട് അയാളെ ഫോളോ അപ്പ് ചെയ്തില്ല, ഇനി അയാൾ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് കരുതി ഞാൻ നിന്നാൽ അയാളെ അടുത്ത് എന്റെ സുലൈമാൻ സാറോ വേറെ ആരെങ്കിലും ഒന്ന് പോയിട്ട് ആ ടീമിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ അവർ പോകും. കാരണം സിദ്ദീഖ് ഓൾറെഡി വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ അവർക്ക് ഇതിന്റെ ടീമിന്റെ ഗുണമോ ടീമിൽ അയാൾ ഉണ്ടാകുന്ന ഗുണമൊന്നും അവർക്ക് അറിയില്ല. അവർ മനസ്സിലാക്കുന്ന ഈ കമ്പനി ഇങ്ങനെയാണ്, നല്ലതാണ്, ഓക്കെയാണ്, ഇവരൊക്കെ ചെയ്യുന്നുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എന്നാ ഓക്കെ. അതിന് പകരം ഞാൻ പ്ലാൻ പറഞ്ഞു കൊടുത്ത ഒരാളെ ഞാൻ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അയാൾ എന്റെ കൂടെ ഉണ്ടാവും. അത് വൈകിക്കഴിഞ്ഞാൽ ആളെ നമുക്ക് നഷ്ടപ്പെടും. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ബിസിനസ്സിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം, മുൻഗണന കൊടുക്കണം. നമ്മൾ വേറെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഒഴിവുള്ള സമയത്ത് മാത്രം ഇത് ചെയ്യുക എന്ന് വെക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, നടക്കൂല എന്നാ വിജയിക്കൂല, ഒരു സംശയമില്ല, രക്ഷപ്പെടൂല. ചെറിയ രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ കച്ചവടമായിട്ട് ഇങ്ങനെ പോകും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കേട്ടു, ഇപ്പൊ എന്റെ ടീമിൽ വന്ന ഒരാളുടെ അടുത്ത് അയൽവാസി പരിസരത്തായിട്ട് ഒരാൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര കാലം ഇപ്പൊ ചെയ്യുന്നു ചോദിച്ചപ്പോ 2-3 വർഷമായെന്ന് പറഞ്ഞു. എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരാളാണ് അദ്ദേഹം 3 വർഷമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് ഇപ്പൊ അവിടെ ആ ഏരിയയിൽ എനിക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ വന്നതിന് ശേഷം അദ്ദേഹം പറയാണ്. അപ്പൊ ഞാൻ തന്നെ ചെയ്ത് 2-3 വർഷമായിട്ട് ഇദ്ദേഹം ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ എത്ര തവണ ഇയാളെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ തന്നെ ഞാനിതിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്, ഒരു കാലത്തും അദ്ദേഹത്തെ ഞാൻ എവിടെയും കണ്ടിട്ടില്ലല്ലോ. അപ്പോ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തില്ല, ഇങ്ങനെ കുറച്ച് വാങ്ങുന്നു, കൊണ്ടുപോയി വിൽക്കുന്നു, കഴിഞ്ഞു, എന്തെങ്കിലും ചില്ലറ ലാഭം കിട്ടുന്നു, കഴിഞ്ഞു. അതല്ല ഇത് പരിപാടി. ആ പരിപാടി അല്ല ഇത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ഇത് ആഴ്ചയിൽ 2,10,000-ഉം അതിക്ക് മുകളിലോട്ടും സമ്പാദിക്കാനുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെന്നും മീൻ വാങ്ങാനുള്ള 50 ഉറുപ്പ്യ ഒപ്പിക്കൽ പരിപാടി അല്ല ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിതിൽ മുന്നേറാൻ കഴിയുള്ളൂ. നമ്മൾ എന്താ പറയാല്ലേ, ദാരിദ്ര്യ ചിന്ത എന്നൊരു സംഭവമുണ്ട്. ദാരിദ്ര്യ ചിന്ത, എനിക്ക് അതൊന്നും നടക്കൂല, അങ്ങനെ ചിന്തല്ലേ, കാറൊന്നും ഞമ്മക്കോ, അങ്ങനെയുള്ള ഒരു ചിന്തയായിട്ടാണ് നമ്മൾ കൂടുന്നെങ്കിൽ നടക്കൂല ഈ പരിപാടി. അതല്ല, ഉമ്മർ ഉസ്താദ് കാറ് എടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എടുത്തുകൂടാന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. മൂപ്പർക്ക് കാറ് പറ്റുമെങ്കിൽ മൂപ്പർക്ക് വണ്ടി ഓട്ടാൻ പോലും അറിഞ്ഞൂടാ. മാത്രല്ല വെറും ഒരു മൊയ്ലിയാരാണ്, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത അയാൾ ഇത്രയും വിലപിടിപ്പുള്ള കാറൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ ഒരു പത്രപ്രവർത്തകനും മാധ്യമപ്രവർത്തകനൊക്കെ ആയിട്ടുള്ള എനിക്ക് എന്തുകൊണ്ട് അതിനേക്കാണ് കുറച്ചുകൂടി നല്ല, ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം വാങ്ങുന്ന അതേ കാറെങ്കിലും എനിക്കും വാങ്ങണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അവിടേക്ക് നമ്മുടെ ചിന്ത എത്താതെ, ഇപ്പൊ വെല്ലിസാർ പറയാറുണ്ട് ക്ലാസ്സിൽ ഒരു മീൻ പിടിക്കുന്ന ആളുടെ കഥ. ഒരാളിങ്ങനെ ചൂണ്ടലിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ മീനുകൾ കിട്ടുന്നു. ചെറിയ ചെറിയ മീനുകൾ കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൊട്ടയിലേക്ക് എടുത്തിടുന്നു. വലിയ മീനാണ് കിട്ടുന്നതെങ്കിൽ ആ മീനിന് പരിക്കൊന്നും പറ്റിക്കാതെ അദ്ദേഹം ആ കുളത്തിൽ നിന്ന് അയച്ചിട്ട് ഈ പുഴയിലേക്ക് തന്നെ ഇടുകയാണ്. ഇങ്ങനെ കപ്പുറത്തുനിന്ന് മീൻ പിടിക്കുന്ന ഒരാളാണ്, അയാൾക്കാണ് ചെറിയ മീനുകളെ കിട്ടുന്നുള്ളൂ, വലിയ മീനെ കിട്ടുന്നില്ല. അവസാനം അദ്ദേഹം വന്ന് ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങൾ എന്ത് പണിയാ ചെയ്യുന്നത്? വലിയ വലിയ മീനിനെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതിട്ട് പുഴയിലേക്ക് ഇടുന്നു, ചെറിയ മീനിനെ മാത്രം നിങ്ങൾ കൊട്ടയിലേക്ക് ഇടുന്നു, നിങ്ങൾക്ക് എന്ത് തകരാറാണ്? അദ്ദേഹം പറയാണ്, സുഹൃത്തെ, ഒന്നുമില്ല, തകരാറൊന്നും ഉണ്ടായിട്ടില്ല, എന്റെ വീട്ടിൽ ചെറിയ ചട്ടികൾ, ഈ വലിയ മീൻ കൊണ്ടുപോയിട്ട് പൊരിക്കാൻ കഴിയൂല. എന്താ അവിടെ ചെയ്യാ? വലിയ മീൻ കിട്ടിയിട്ട് കാര്യമല്ല, പൊരിക്കാൻ കഴിയൂല, ചെറിയ ചട്ടിയെ വീട്ടിലുള്ളൂ എന്ന്. നമ്മളാ ചട്ടിയൊന്ന് മാറ്റിയാൽ പോരെ? ആ ദാരിദ്ര്യ ചിന്തയും ദാരിദ്ര്യ ചട്ടിയും മാറ്റി ഒരു വലിയ ചട്ടി വാങ്ങി വെച്ചാൽ ഈ വലിയ മീനെ നമുക്ക് പൊരിച്ചു തിന്നൂടെ? എന്തിനാ ചെറിയ പരൽമീനിനെ മാത്രം തിന്നുകൊണ്ടിരിക്കുന്നത്? ബെല്ലിസാർ കടൽക്കാക്കകളുടെ ഒരു കഥ പറയാറില്ലേ? കടൽക്കാക്കകൾ ഉയർന്നു പറക്കേണ്ടവരാണെന്നുള്ള ചിന്ത നമുക്കുണ്ടായി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പൊ അവിടേക്ക് ആ ഒരു രീതിയിലേക്ക് നമ്മളെ ചിന്തയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതില്
വളരെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റണം. ആ പഴയ ചിന്തയിൽ നിന്ന് മാറിയിട്ട് എനിക്കും നേടണം, എനിക്കും സമ്പാദിക്കണം, എനിക്കും നല്ല ജീവിതം ഉണ്ടാവണം, എനിക്കും ആഗ്രഹിക്കുന്ന പോലെ ആശിക്കുന്ന പോലെ ജീവിക്കാൻ കഴിയണം എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വിജയം 100%, അതിൽ സംശയമൊന്നുമില്ല, ഉറപ്പായിട്ടും വിജയിക്കാൻ കഴിയും. റിക്രൂട്ട്മെന്റ് സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കണം. ഏത് റാങ്കിലെത്തിയാലും അതാ ഞാൻ ഇതിൽ മനസ്സിലാക്കുക. കാരണം ഈ തൈ എപ്പോഴും വാടിപ്പോവാൻ സാധ്യതയുണ്ട്. ഏത് തൈ ആണെങ്കിൽ നല്ല മരങ്ങൾ കാണാൻ ചിലപ്പോൾ പെട്ടെന്ന് ഉണങ്ങി പോകുന്നത്. എന്താ സംഭവിച്ചതെന്ന് എത്ര കൃഷി വിദഗ്ധനാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റാറില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ 100 തൈ വെച്ച നമ്മുടെ തോട്ടത്തിൽ ഒരു 10 തൈ കുറെ കഴിഞ്ഞ് വാടിപ്പോയാലും നടണമെങ്കിൽ പകരം തൈ നമ്മൾ മുളപ്പിച്ചത് അവിടെ ഉണ്ടാവണം. അങ്ങനെ ഒരു 10 തൈ പെട്ടെന്ന് എടുത്ത് നടാൻ കഴിയണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അവിടെ പ്ലാന്റിൽ സെറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 100 ആളെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, 100 ആളുടെ ടീമിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളൊരു 100 ആളെ എക്സ്ട്രാ ഇപ്പുറത്ത് അവിടെ പ്ലാൻ കൊടുത്ത് സെറ്റാക്കി വെച്ചിരിക്കണം. അവർ ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടാവുള്ളൂ, തൽക്കാലം അങ്ങനെ ചെയ്തോട്ടെ. എന്നിട്ട് അവർക്ക് തോന്നുന്ന സമയത്ത് അവർ വരും. നമ്മളെ ഡെവലപ്മെന്റ്സ് കാണുന്ന സമയത്ത് അവർ വരും, ഒരു സംശയമില്ല. അനുഭവം അതാണ്. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനത്തെ പറയാനുണ്ട്. അതൊന്നും നമ്മൾ പരത്തി പറയണ്ട. ഓരോരുത്തർക്കും അനുഭവം ഉണ്ടായിരിക്കും. നമ്മുടെ അച്ചീവ്മെന്റ് കാണുന്ന സമയത്ത് ആളുകൾ വരുന്ന അനുഭവം ഉണ്ടാവും. നമ്മൾ തൈ എപ്പോഴും നടാനുള്ളത് സൂക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മളിത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടുകൊണ്ട്, കഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. അതായത് ബെല്ലിസാർ പറയാറുണ്ട്, നമ്മൾ ഫസ്റ്റിൽ വന്നുപെടും, രണ്ടാമത്തത് ഇഷ്ടപ്പെടും, പിന്നെ കഷ്ടപ്പെടും, പിന്നെ രക്ഷപ്പെടുന്നു. ആ കഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള കഷ്ടപ്പാടാണ്. ഞാൻ ഈ പറയുന്ന കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ലീഡർ നിർബന്ധത്തിന് ചെങ്ങായി വിളിച്ചോണ്ടിരിക്കുന്ന, പിന്നെ ഇന്ന് കയറട്ടെ ക്ലാസ്സിൽ, ആ ചെങ്ങായി പറഞ്ഞോണ്ടിരിക്കുന്ന, പിന്നെ ഒരു 5000 എടുക്കട്ടെ എന്ന ചിന്തയാണെങ്കിൽ ഒരു രക്ഷയില്ല. ഇത് നമ്മൾ ഇഷ്ടപ്പെട്ട് മനസ്സുകൊണ്ട് തൃപ്തിയോടുകൂടി ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം ഏത് ഹാർഡ് വർക്കുള്ള ജോലിയാണെങ്കിലും അത് അയാൾ എൻജോയ് ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതൊരു ഭാരമേ ആയിരിക്കില്ല. എന്നാൽ അത് ഒരു താല്പര്യമില്ലാതെ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യുന്ന ജോലിയാണെങ്കിൽ അയാൾക്ക് കഷ്ടപ്പാടിന്റെ അങ്ങേ തലയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തയ്യാറായാൽ ഒരു രക്ഷയില്ല, വിജയിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു ഓർഡറിലൊന്നും ആയിരിക്കില്ല. ഏതായിരുന്നാലും കൂടുതൽ ഇനിയും നീട്ടി പറയുന്നില്ല. ഞാൻ പറയുന്നത് ഒറ്റ കാര്യം, ഒറ്റ പോയിന്റ് പറയാം. ഇന്ന് ഭൂമി ലോകത്ത് നമ്മളെ പോലത്തെ ഒരു സാധാരണക്കാരായ മനുഷ്യർക്ക്, സാധാരണക്കാരായ കുടുംബത്തിന് രക്ഷപ്പെട്ട് ഇഷ്ടം പോലെ ജീവിക്കാനും ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാനും ഇഷ്ടം പോലെ സമ്പാദിക്കാനും കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇതല്ലാതെ ഞാൻ ഇന്ന് വരെ ഒന്നും കേട്ടിട്ടില്ല. ഇനി ആർക്കെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയാം, നമുക്ക് ആലോചിക്കാം. ഞാൻ റെഡിയാണ്. ഇതിനേക്കാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്പനീനെ കുറിച്ച്, ഒരു ഡയറക്ട് സെല്ലിനെ കുറിച്ച് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ കഴിയുമെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യും, സംശയമൊന്നുമില്ല. കാരണം എന്റെ ആഗ്രഹം എന്റെ ഇഷ്ടത്തിനനുസരിച്ചും എന്റെ കുടുംബത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചും ജീവിക്കാൻ കാശുണ്ടാക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം പല ജോലികളും ചെയ്തിട്ടുള്ളത്. മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ളതൊക്കെ അത് തന്നെയാണ്. വിദേശത്ത് പോയിട്ട് ഒരു 5 വർഷം അങ്ങനെ നിന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ പോയത് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു, അല്ലാതെ സ്ഥലം കാണാൻ വേണ്ടി പോയതല്ല. അപ്പൊ കാശുണ്ടാക്കാൻ പറ്റിയ നല്ല ഓപ്പർച്യൂണിറ്റി വേറെ ഉണ്ടെങ്കിൽ 1-2 ആളുകൾ ചില പ്ലാനിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞ 2 ആളുകളും, അതിൽ ഒരാള്, അതായത് വലിയ എന്തോ ഒരു ഡോളറിന്റെ ബിസിനസ് ഉണ്ട് എന്നാണ് ഒരാൾ പറഞ്ഞിരുന്നത്. അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ്. അദ്ദേഹം ഏതായാലും ഐഡിയ അടിച്ച് നമ്മുടെ കൂടെ ഇപ്പൊ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരാൾ പറഞ്ഞു വേറെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, എന്തോ 4-5 പ്രൊഡക്റ്റ് മാത്രമുള്ള ഒരു കമ്പനിയെ കുറിച്ച് പറഞ്ഞു. ഭയങ്കര സംഭവമാണ്, 1 വിറ്റ് 500 കിട്ടും എന്നൊക്കെ എന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത് പറഞ്ഞു കൊടുത്തു. അവരെനിക്ക് ഇവരെ പരിചയപ്പെടുത്തി തന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം അവരെന്റെ ഓഫീസിൽ വന്ന് പ്ലാന് കേട്ടു, ജസ്റ്റ് കേട്ടിട്ടേ ഉള്ളൂ, ബാക്കി അടുത്ത ദിവസം കേൾക്കാം, എന്തായാലും എനിക്ക് താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അവരും ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്തിരിക്കും. അങ്ങനെ വലിയ പ്ലാൻ ഉണ്ട് എന്നും പറഞ്ഞു വരുന്ന ആളുകളൊക്കെ നമ്മുടെ കൂടെ വരുന്ന കാഴ്ചകളാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പൊ അവര് ഇപ്പൊ ഇന്നലെ ഒരു ആളെടുത്ത് പോയി സംസാരിച്ച സമയത്ത് അവര് ഒരു കമ്പനിയിൽ ഇതേപോലെ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ ചെറിയ അനുഭവങ്ങളുണ്ട്. കാരണം അത് അങ്ങനെ ഇങ്ങനെ മാസത്തിൽ ഇത്ര എടുക്കണം, ഇങ്ങനെ പ്രശ്നങ്ങൾ.
മാത്രമല്ല ബീവിനൊക്കെ കുറെ വിഷയങ്ങളുണ്ട്. അവർ മനസ്സിലാക്കി വെച്ചതാണ് ഏതാണ് ഇങ്ങനെ. അതല്ല ഇത് എന്ന് പറഞ്ഞു കൊടുത്ത സമയത്ത് അവരും ഇത് കേൾക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, അവർക്കൊരു കൈക്കുഞ്ഞുണ്ട്. ഈ കൈക്കുഞ്ഞിനെ ഉമ്മ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുഞ്ഞ് കരഞ്ഞ് വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്നു. ഇന്നലെ വൈകിട്ടുണ്ടായ അനുഭവം. ഈ കുഞ്ഞ് ഇങ്ങനെ കരയുന്ന സമയത്തും ഇവർ ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നില്ല. അവരെന്റെ സംസാരവും കേട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പിന്നെ അതാ കുഞ്ഞ് കരയുന്നുണ്ട്, വല്ലാതെ കരയുന്നുണ്ട്, കുറെ സമയമായി, നിങ്ങൾ അത് നോക്കി നമുക്ക് പിന്നെ സംസാരിക്കാം, നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവർ കുഞ്ഞിനെടുക്കാൻ പോകുന്നത്. കാരണം അവർ നേരത്തെ കേട്ടതൊന്നും അല്ല ഇത് എന്ന് അവർക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. നമ്മുടെ ടീമിൽ ഈ അടുത്തായിട്ട് വന്നിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ അയൽവാസിയാണ്. അപ്പം ഇതാണ് പ്ലാൻ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ, നമ്മളെ പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ ഒരു സംശയമില്ല, ഏത് കൊമ്പനാണെങ്കിലും നമ്മുടെ കൂടെ വന്നിരിക്കും. അതായത് അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ, അല്പം വിവേക ബുദ്ധി ഉണ്ടെങ്കിൽ അവർ വന്നിരിക്കും. പിന്നെ വന്നിട്ടും കണ്ടിട്ടും അറിഞ്ഞിട്ടും ഒന്നും എനിക്കിതൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണെങ്കിൽ അവിടെ നിൽക്കുക എന്നല്ലാതെ ബസ് അങ്ങ് പോകും. നമ്മൾ സ്റ്റാൻഡിൽ അവിടെ ഉണ്ടാവും. ബസ് അങ്ങ് പോകും, ഒരു സംശയമില്ല. നമ്മളെ കൂട്ടിയിട്ടേ പോകുന്ന ബസ്സിന് ഒരു കണക്കുമില്ല. അങ്ങനെ ഇത്രയും ആളുകളെയും കയറ്റിയിട്ട് മാത്രമേ വരാവുന്ന ബസ്സിനൊരു കണക്കുമില്ല. ബസ്സുള്ള ആളുകളെയും പോകാൻ തയ്യാറുള്ള ആളുകളെയും കയറ്റിയിട്ട് അങ്ങ് പോകും. അത് നമ്മളൊക്കെ മനസ്സിലാക്കുക. അപ്പൊ എന്റെ ടീമിൽ പോലും ഉണ്ട് ചില ആളുകൾ ഒരു സൈഡിൽ ലക്ഷങ്ങളൊക്കെ ബീവി വന്ന് കിടക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ സൗഭാഗ്യം. അപ്പൊ നമ്മൾ ഞാൻ എന്റെ ലീഡേഴ്സിനോട് വെറുതെ എങ്കിലും പറയാറുണ്ട്. കാരണം പല ലീഡേഴ്സും പറയാറുണ്ട് ഒരു ഭാഗം പവറാണ്, അവിടെ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു, അവരാരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ. അങ്ങനെ ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ രണ്ട് സൈഡും ഞാൻ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ്. എന്നാൽ ചില ആളുകൾക്കൊക്കെ ഒരു സൈഡ് ലീഡേഴ്സ് കൊണ്ടുപോകുന്ന ആളുകളുടെ പവർ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എന്റെ ഓർഗ് 1-ൽ ഫസ്റ്റ് ഐഡി ഞാൻ അടിച്ചതാണ്, ഓർഗ് 2-ലും ഫസ്റ്റ് ഐഡി ഞാൻ അടിച്ചതാണ്. അതങ്ങനെ കൊണ്ടുപോയിട്ടുള്ളതാണ്. അങ്ങനെയാണ് 6 മാസം കൊണ്ട് ഞാൻ TC ആയത്. ആ സ്ഥാനത്ത് ലീഡേഴ്സിന്റെ ഒരു ഭാഗം പവറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു ഭാഗം മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ 3 മാസം വേണ്ട TC ആവാൻ. ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ സൗഭാഗ്യം ലഭിച്ച കുറെ ആളുകളുണ്ട് എന്ന് കരുതിയിട്ട് 2 കാലം നമ്മുടേതാണെന്ന് ചിന്ത മറന്നു പോകരുത്. എന്നോട് എന്റെ ലീഡേഴ്സ് പറഞ്ഞത് അങ്ങനെ 2 കാലം ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ഓർക്ക് 1 ലീഡേഴ്സ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നാൽ അവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നടക്കൂല, അതല്ല സംഭവം. ചില ആളുകൾക്ക് ആ സൗഭാഗ്യം കിട്ടും. കാരണം എന്നെ കൊണ്ടുവന്ന ഒരു ഡയറക്റ്റ് ലീഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം കൊണ്ടുവരുന്നതിന്റെ ഒരു പവർ എനിക്ക് കിട്ടൂല. അങ്ങനെ ഒരാളില്ല. അയാൾ വർക്ക് ചെയ്യുന്ന പോലുമില്ല. ഒരു ഐഡിയ അടിച്ചിട്ട് പോയ ആളാണ്. പക്ഷെ ഐഡിയ അദ്ദേഹത്തിന്റെ താഴെ അടിക്കാനേ മാർഗുള്ളൂ നമ്മുടെ കമ്പനിയുടെ സിസ്റ്റം പ്രകാരം. അതുകൊണ്ട് ഒരുപാട് വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ലീഡേഴ്സ് നമ്മളൊക്കെ പറയാറുണ്ട് 5 വർഷം പിടിച്ചു നിന്നാലെന്ന്. ഇവിടെ ഞാൻ പറയുന്നു 5 വർഷത്തിന്റെ ആവശ്യമേ ഇല്ല. 3 വർഷം മാക്സിമം, 2.5-3 വർഷം നമ്മൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഇന്ന് നമ്മളെ ലീഡേഴ്സ് 5 വർഷം കൊണ്ട് നേടിയിട്ടുള്ള ആ സൗഭാഗ്യങ്ങളും അതിലപ്പുറവും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, കുറച്ച് വൈകിയിട്ടുണ്ട്, റിവ്യൂ പറയാനാണ് 4-5 ആളുകൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വൈകിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ നിന്ന് അനുകൂലമായിട്ട് നിങ്ങൾക്ക് ഒരു നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തോട് ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, എന്തെങ്കിലും പ്രയാസമോ തെറ്റായിട്ടോ അല്ലെങ്കിൽ പിന്നെ ദേഷ്യം തോന്നുന്നതോ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊറുക്കണമെന്ന്, മാപ്പ് തരണമെന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, വിജയങ്ങളിൽ, ഉയർച്ചകളിൽ, ഉയർന്ന സ്ഥാനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടണമെന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.